ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം 30,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ 25,000 രൂപയുടെയും 30,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് GT30 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണിൽ നിങ്ങൾക്ക് ട്രിഗർ ബട്ടൺസും കൂടി വേണം എന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം എന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ MediaTek Dimensity 8350 അൾട്ടിമേറ്റ് എന്ന പ്രോസസ്സറാണ് വരുന്നത്. 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 108+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5200 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം 22,900 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ പോക്കോ X7 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8400 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 6.67 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6550 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 22,900 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6 വരുന്നുണ്ട്. അതിൽ സ്നാപ്ഡ്രാഗണിൻ്റെ നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ സെയിം ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ ആണെന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ iQneo 10R വരുന്നുണ്ട്. ഇപ്പം ഇതിലും സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം സെയിം ആയിട്ടുള്ള ബാക്ക് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6400 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ റിയൽമിയുടെ ഒരു ഫോണൊക്കെയാണ് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ Realme P3 Ultra നോക്കാവുന്നതാണ്. അപ്പം 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 8350 Ultra എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന ഒരു ഫോണൊക്കെ ആയിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് നത്തിങ് ഫോൺ 3A Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ ക്യാമറയിൽ 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. ഒന്ന് പെരിസ്കോപ്പ് ലെൻസ് ആണ്, അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. പിന്നെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 26,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അപ്പം പെരിസ്കോപ്പ് ലെൻസും നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം എന്നേ ഉള്ളൂ. പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ അല്ല. അതുപോലെ തന്നെ OnePlusൻ്റെ Nord 4 എന്ന സ്മാർട്ട് ഫോൺ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. ഇപ്പം ഇതിൽ 6.74 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5500 mAh ബാറ്ററി 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ Realme GT6 എന്ന സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറൊക്കെ ഇതിൽ വരുന്നുണ്ട്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അവിടെ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഷവമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Xiaomi 14 CV എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്.
അപ്പം ഇതിൽ 6.55 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഡ്യുവൽ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50+12 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഇതിലും ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32+32 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. 4700 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ല 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മോട്ടറോളയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മോട്ടറോള എഡ്ജ് 60 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ 6.7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 8350 Extreme എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 50 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ പെരിസ്കോപ്പ് ലെൻസുള്ള ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ Redmi Note 14 Pro Plusഉം അതുപോലെ തന്നെ Realme 14 Pro Plus ഒക്കെ വരുന്നുണ്ട്. അതിൽ പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ഫോണുകളിൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല. സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം റിയൽമിയുടെയും റെഡ്മിയുടെയും ഫോണുകളിൽ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള Realme GT6ഉം അതുപോലെ തന്നെ Xiaomi 14CVയും കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തതിൽ 30,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോക്കോ X7 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്തേക്കാം. ഇപ്പോൾ 30,000 രൂപയ്ക്ക് താഴെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ വേണം എന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഫോണായിരിക്കും സെലക്ട് ചെയ്യുക. അല്ല നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ Xiaomi 14CV കൺസിഡർ ചെയ്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ Nothing Phone 3a Pro ഒക്കെ സെലക്ട് ചെയ്തേക്കാം. മോട്ടറോളയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടറോള എഡ്ജ് 60 Proയും ഞാൻ ചിലപ്പം സെലക്ട് ചെയ്തേക്കാം. അപ്പം അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.